മാർച്ച് 3 ലോക കേൾവി ദിനം. എന്നെന്നും കേൾക്കാനായി നമുക്കൊരു കരുതൽ വേണം കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് 6.3% ജനങ്ങൾ കേൾവിക്കുറവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 1,453,000 പേരും സാരമായ കേൾവി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നെന്നും കേൾക്കാനായി നമുക്ക് കരുതലോടെ കേൾക്കാം. ടു ഹെയർ ഫോർ ലൈഫ്, ലിസൺ വിത്ത് കെയർ എന്നാണ് ഈ വർഷത്തെ സന്ദേശം. ശബ്ദമലിനീകരണവും മൊബൈലിൻ്റെ ഹെഡ്സെറ്റിൻ്റെ അമിത ഉപയോഗവും സാരമായ കേൾവിക്കുറവിന് കാരണമാണ്. അതിനാൽ ഇത്തരം ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. കേൾവിക്കുറവ് ബാധിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സുരക്ഷിതമായ ലിസണിങ്, സേഫ് ലിസണിങ് എന്നാണ് നമ്മുടെ കേൾവിയെ അപകടത്തിലാക്കാത്ത ശ്രവണശീലങ്ങളാണ്. ശബ്ദം കുറയ്ക്കുക. നിങ്ങളുടെ ഉപകരണത്തിൻ്റെ വോളിയം ലെവൽ പരമാവധി 60% സജ്ജീകരിക്കുക. കേൾവിക്കുറവിൻ്റെ അടയാളങ്ങൾ: ചെവികളിൽ മുഴക്കം തോന്നുന്നുണ്ടെങ്കിലോ, ഉയർന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതിനോ, സംഭാഷണങ്ങൾ പിന്തുടരുന്നതിനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിക്കുക. ഹെഡ്ഫോണുകൾ അയൽക്കാരുടെ ശല്യം കുറയ്ക്കുമെങ്കിലും അത് അത്ര നല്ല ശീലമല്ല. സംഗീതം ഉച്ചത്തിൽ കേൾക്കുന്നതിലൂടെ അത് ചെവികളിൽ സെൻസിറ്റീവ് ഞരമ്പുകളെ തകരാറിലാക്കും. ഇത് ഭയാനകമായ വർധനവാണ്. അതുകൊണ്ട് ചെവികളിൽ കുറഞ്ഞ ശബ്ദമാണ് എത്തുന്നതെന്ന് ഉറപ്പാക്കുക. ഹെഡ്ഫോണുകളുടെ ഉപയോഗിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക. കേരളത്തിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും നവജാത ശിശുക്കളിലെ കേൾവിക്കുറവ് കണ്ടെത്താനുള്ള പരിശോധനകൾ നടന്നുവരുന്നു. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കുട്ടികൾക്ക് കേൾവി സഹായിയുടെ ഉപയോഗത്തോടെ സംസാര പരിശീലനം നൽകുകയും ചെയ്യുന്നു. ആവശ്യമായവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലുള്ള സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തി വേണ്ട സംസാര ഭാഷ പരിശീലനം സൗജന്യമായി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു. എല്ലാ തരത്തിലുമുള്ള കേൾവിക്കുറവുകളും നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതിനായി ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സയ്ക്കുമുള്ള സൗകര്യം കേരളത്തിലുടനീളം 67 ആശുപത്രികളിൽ സജീവമാക്കിയിട്ടുണ്ട്. സുരക്ഷിത ശ്രവണം ശീലിക്കുക. കേൾവി അപകടകരമാവിധം കുറയുന്നവരും കേൾവിക്കുറവ് ഉള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ പഠനം കാണിക്കുന്നു. ശബ്ദ നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ഈ ദിവസം. താങ്ക് യു.